ചേട്ടാ ചേട്ടാ ചേട്ടോ ആളിതവിടെ പോയി കിടക്കുക ഞാൻ രാവിലെ ആഞ്ഞില് നോക്കാൻ വരാന്ന് പറഞ്ഞാണല്ലോ. ആ ഇതുപോലത്തെ ചെടികളാണ് ജെസ്സി മേടിച്ച് വീട്ടിൽ വെക്കണമെന്ന് പറഞ്ഞത്. റോസും വൈറ്റും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. നല്ല മരം ചെറിയ പൈസ കിട്ടുകയാണെന്നില്ലേ. നിങ്ങൾ ആഞ്ഞില് നോക്കാൻ വന്നാണോ? ആ നല്ല വലിപ്പമൊക്കെ ഉണ്ട് സാറേ, പക്ഷേ തോല് കൂടുതലാണ്, കാതൽ വളരെ കുറവായിരിക്കും. നല്ല വലിപ്പവും പൊക്കവും ഉണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല. അത് മരം കണ്ടിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കണല്ലേ, മരം കണ്ടിട്ട് അതിന്റെ തോല് കൂടുതലാണ്, കാതൽ വളരെ കുറവാണ്. നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തോളാം. നിങ്ങള് പണിക്കാരാണ്, അതിനെ കുറിച്ച് എന്ത് കൊടുക്കേണ്ടി വരും? അത് 45 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. 50 പ്രതീക്ഷിക്കണം. 50 അത് നടക്കൂല. ആണോ? 45 ആണെങ്കിൽ നമ്മൾ എടുത്തോളാം. അപ്പൊ 45 രൂപ ഉള്ളൂന്നാ പറയണത്. 45 രൂപ ഉള്ളൂ സാർ, അതിൽ കൂടുതൽ അത് പോകൂല. അയാള് കൊടുക്കൂല. അത് 45 ആണെങ്കിലേ നടക്കുള്ളൂ. 45 ആണെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തോളാം, ഒരു കുഴപ്പമില്ല. മരം വാങ്ങി നമ്മൾ നാളെ മുറിക്കും. അല്ല വാസൂട്ടി കൂടി വരട്ടെ, എന്നിട്ട് ഞങ്ങള് കയ്യിലൊരു 10 രൂപ അഡ്വാൻസ് ഇരിക്കില്ലേ, അതങ്ങ് ഇപ്പം തന്നെ കൊടുക്കണം. 45 രൂപ കിട്ടിയാൽ നമുക്ക് ലാഭം. പുള്ളിക്ക് വേഗം മരത്തെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. അതങ്ങ് കൊടുക്കും സാറേ. ഇതിരിക്കട്ടെ, അഡ്വാൻസ് പൈസ ഇതിരിക്കട്ടെ, എല്ലാം ഉറപ്പിച്ച് പറയട്ടെ. എല്ലാം ഓക്കെയാണ്. ബാക്കി നമ്മൾ നാളെ കാണാം. മരം മുറിക്കാൻ വരുന്നതിന്റെ അന്ന് കാണാം. ഓക്കെ, നിങ്ങൾ മുറിക്കോ? അതെ, ബാക്കി പൈസ ഇവിടെ ഏൽപ്പിച്ചേക്കണേ. ഇവനൊക്കെ എന്താണ് പ്രാന്താണ്, വെറുതെ നിൽക്കണവനുണ്ടെന്ന് അഡ്വാൻസാ. കറിയാച്ചന് മേടിച്ചു കൊടുത്ത് ഇത്രയും കിട്ടൂല. അതിലും അവര് മുറിച്ചോട്ടെ. അതാണ് കാരണന്മാര് പറയണ, ചടഞ്ഞ് വീട്ടിലിരിക്കരുത്, രാവിലെ കുളിക്കാത്ര ഇറങ്ങിയ പൈസ തന്നെ വഴി അറിയൂല. ആ വാസുട്ടേ, അതെ ഞാൻ ആ സൂണഞ്ചേരൻ്റെ അവിടെ പോയി ആഞ്ഞില് നോക്കി രാവിലെ. അത് പോരാത്. ആ സംഭവം വലുതാണ്, പക്ഷെ വെള്ളയാണ്, കാതല് കുറവാണെന്നാ പറയണ. ഞാനിവിടെ വരുമ്പോ ഒരു മരക്കമ്പനിക്കാർ വന്നത് നോക്കണുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചേട്ടാ അതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് കൊള്ളൂല, നല്ല ഉരുപ്പടിയൊന്നും കിട്ടൂല, വെള്ളയാണ് കൂടുതല്, പിന്നെ ചെറിയ പോതുണ്ടെന്ന് അതിന് ഉള്ളിലേ. ആഞ്ഞിലല്ല വലിപ്പമുണ്ട്. അവര് ആ തോലൊക്കെ ചെത്തിയെടുത്ത് നോക്കണ്ടായി, അതുകൊണ്ട് ഞാൻ പിന്നെ അതുമ്മ തൂങ്ങാൻ നിന്നില്ല. ആ അത് തന്നെ, അയാൾ അതാണ് അത് കൊടുക്കാന്ന് പറഞ്ഞാലേ, അല്ലേ പുഷ്പ സമ്മതിക്കൂല നല്ല മുതല് കൊടുക്കാനേ. നമുക്കത് വേണ്ട, വേറെ ഏതെങ്കിലും നോക്കാം ഏട്ടാ. വെറുതെ വെയിൽ കൊണ്ടതായി പോയിരുന്നു, ഒരു കാര്യമില്ല വരേണ്ടത്. ശരിയെന്നാ. ആ ആ മരം മുറിക്കാൻ വേണ്ടി വന്നേണ്. മരോ? ഏതാ മരം? വീടിന്റെ പുറകിലേക്ക് ആഞ്ഞിൽ മരമില്ലേ, ഇന്നലെ നമ്മളൊന്ന് അഡ്വാൻസ് തന്നിട്ട് പോയില്ലേ? അത് മുറിച്ചോട് പോയല്ലോ. മുറിച്ചോണ്ട് പോയോ? ആര്? തടിമില്ലേട് ഷംസുദ്ദീൻ. ഏത് ഷംസുദ്ദീൻ? തടിമില്ലേട് ഷംസുദ്ദീൻ എന്റെ ഭാര്യ പുഷ്പയുടെ അക്കൗണ്ടിൽ 65,000 രൂപ ഇട്ടു. അതനുസരിച്ച് ഞാൻ മുറിച്ചോട് പോകാൻ പറഞ്ഞു. ഒരുമാതിരി മറ്റേ വർത്താനം പറയാം. 15,000 രൂപ പിള്ളേർ അഡ്വാൻസ് എണ്ണ അടിച്ചിട്ട് ഇപ്പൊ മരം മുറിക്കാൻ വന്ന മരമില്ലെന്നാ. ആര് എണ്ണി വാങ്ങിച്ചു? മറ്റേ സാറേ. മറ്റേ സാറോ? ഇവിടെ ഒരു സാറേ ഉള്ളൂ. നിങ്ങൾ ഒരുമാതിരി ആളിനെ കളിയാക്കല്ലേ, ഞങ്ങളുടെ സ്വഭാവം മാറും. നിങ്ങളുടെ സ്വഭാവം മാറി എനിക്കെന്താ? ഞാൻ നിങ്ങളിന്റെ പണം വാങ്ങിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് ഞാൻ മരം തരാതെ വാക്ക് തന്നിട്ടുമില്ല. നിങ്ങളെ വീടിന്റെ മുമ്പിൽ വെച്ച് അഡ്വാൻസ് മേടിച്ച് മരം മുറിച്ചോളാൻ പറഞ്ഞിട്ട് ഇപ്പൊ മരം മുറിക്കാൻ വന്നപ്പോഴത്തേക്ക് അയാൾ അറിയില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അറിയാതെ ഒരാൾ നിങ്ങളെ കോമ്പൗണ്ടിൽ കയറി പൈസ മേടിക്കില്ലല്ലോ, അയാളെ വിളിക്കും. ഇവിടെ അങ്ങനെ ഒരാളില്ല. അതെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇത് നടക്കുന്ന കേസൊന്നുമല്ല. പോലീസ് വരട്ടെ. പോലീസിനെ വിളിക്കാം. പോലീസിനെ ഞാൻ ഇങ്ങോട്ട് വരുത്താം. വിളിക്കും.